നമസ്കാരം. ഭാഗവതം ഷഷ്ഠസ്കന്ധം 16-ാമത്തെ അധ്യായം പാരായണം. അപ്പോൾ ഇതിൻ്റെ അർത്ഥം കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ചിത്രകേതുവിൻ്റെ മകൻ മരിച്ച ദുഃഖം. അപ്പോൾ നാരദന് അങ്കിരസം വന്ന് പറഞ്ഞു കൊടുക്കുന്നു, ജ്ഞാനോപദേശം ചെയ്യുന്നു. അത് കഴിയുമ്പോൾ മകനെ എണീപ്പിച്ച് പറയുന്നു, അച്ഛനും അമ്മയും കരയുന്നു, വാ. അപ്പോൾ മകൻ ചോദിക്കുന്നു, ഏത് ജന്മത്തിലെ അച്ഛനും അമ്മയാണ്? എനിക്ക് ഒരുപാട് കർമ്മഫലം, ഒരുപാട് അച്ഛനും അമ്മയും പല ജന്മത്തിലുണ്ട്, അതുവരെ അച്ഛനും അമ്മ എന്നൊക്കെയുള്ള സ്ഥാനമുള്ളൂ എന്ന് പറയുമ്പോൾ ഇവർക്ക് ജ്ഞാനോപദേശം തന്നപ്പോൾ ജ്ഞാനം കിട്ടി. അപ്പോൾ അവർ കുട്ടീനെ അവർ സാന്ത്വനം ആയി അവർക്ക്. എന്നിട്ട് കുട്ടിയുടെ സംസ്കാരമൊക്കെ നടത്തി അവർ ഭഗവാൻ ഭക്തനായി, ഭഗവാനെ ഭജിച്ച് ഭഗവാന് മോക്ഷം കിട്ടിപ്പോകുന്ന കഥയാണ്. സ്കന്ധം 6, അധ്യായം 16. അത ഷോഡശോധ്യായഃ ശ്രീശുകോവാച അത ദേവ ഋഷീരാജൻ സംപരേതം നൃപാത്മജം ദർശയിത്വേതി ഹോവാച ജ്ഞാതീനാം അനുശോചതാം. നാരദ ഉവാച ജീവാത്മൻ പശ്യ ഭദ്രം തേ മാതരം പിതരം ച തേ സുഹൃദോ ബാന്ധവാസ്തപ്ത ശുചാത്വത്കൃതയാ വൃശം കളേബരം സ്വമാവിശ്യ ശേഷമായു സുഹൃത്ഭൃത ഭുങ്ക്ഷ്വഭോഗാൻ പിതൃപ്രത്താൻ അതിതിഷ്ഠ നൃപാസനം. ജീവ ഉവാച കസ്മിൻ ജന്മന്യമേ മഹ്യം പിതരോ മാതരോ ഭവൻ കർമ്മ വിഭ്രാമ്യമാണസ്യ ദേവതിര്യജ്ഞയോനിഷോ ബന്ധുജ്ഞാധരതിം മധ്യസ്ഥമിത്രോദാസീന വിദ്വിഷാം സർവ ഏവ ഹി സർവേഷാം ഭവന്തി ക്രമശോമിത യഥാ വസ്തൂനി പണ്യാനി ഹേമാദീനി തദസ്തദാ പര്യടന്തി നരേഷ്വേവം ജീവോ യോനിഷു കർത്തൃഷു നിത്യസ്യാർത്ഥസ്യ സംബന്ധോ ഹ്യനിത്യോന്ത്രശ്യതേൻഭൃഷു യാവദ്യസ്യ ഹി സംബന്ധോ മമത്വം താവദേവ ഹി ഏവം യോനിഗതോ ജീവ സനിത്യോനിരഹങ്കൃതാം യാവത് യത്രോപലഭ്യേത താവത് സ്വത്വം ഹി തസ്യത് ഏഷ നിത്യോ വ്യയസൂക്ഷ്മ ഏഷ സർവാശ്രയസ്വദൃ ആത്മമായ ഗുണൈർവിശ്വം ആത്മാനം സൃജതി പ്രഭോ യസ്യാദി പ്രിയ കശ്ചിന്നാപ്രിയസ്വപരോഭിവ ഏക സർവതിയാം ദ്രഷ്ട കർത്തॄണാം ഗുണദോഷയോ ജ്ഞാതത്ത ആത്മാ ഹി ഗുണം ന ദോഷം ന ക്രിയാഫലം ഉദാസീനവദാസീന പരാപര്യഗീശ്വര. ശ്രീശുകോവാച ഇത്യുദീര്യ ഗതോ ജീവോ ജ്ഞാതയസ്തസ്യ തേ തഥാ വിസ്മിതാമുമുജുശോകം ഹിത്വാത്മസ്നേഹശൃംഖലാം നിർഹൃത്യജ്ഞാതയോ ജ്ഞാതേർ ദേഹം കൃത്യോജിതാസ്ക്രിയാം തത്യജുർദുസ്ത്യജം സ്നേഹം ശോകമോഹഭയാർത്തിതം ബാലഗജ്ഞോ വ്രീഡിതാസ്തത്ര ബാലഹത്യാഹതപ്രഭാം ബാലഹത്യാവൃതം ചേരുർ ബ്രാഹ്മണൈർയെന്നെ ചൂപിതം യമുനായാം മഹാരാജ സ്മരന്ത്യോദ്വിജഭാഷിതം സയിത്തം പ്രതിബുദ്ധാത്മാ ചിത്രകേതുർദ്വിജോക്തിഭീം ഗൃഹാന്തകൂപാനിഷ്ക്രാന്ത സരപങ്കാദിവഭ്യുവാം കാളിന്ധ്യാം വിധിവസ്നാത്വാ കൃതപുണ്യചലക്രിയ മൗനേന സംയത പ്രാണോ ബ്രഹ്മപുത്രാവബന്ധത അതത്തസ്മൈ പ്രപന്നായ ഭക്തായ പ്രിയതാത്മനെ ഭഗവാൻ നാരദപ്രീതോ വിദ്യാമേധാമുവാചഹാം. മന്ത്രം പറഞ്ഞു കൊടുക്കുന്നു നാരദൻ ചിത്രകേതുവിന്. ഓം നമസ്തുഭ്യം ഭഗവതേ വാസുദേവായ ധീമഹി പ്രത്യുപ്നായ അനിരുദ്ധായ നമസ്സംഘർഷണായ ച നമോ വിജ്ഞാനമാത്രായ പരമാനന്ദമൂർത്തയേ ആത്മാരാമായ ശാന്തായ നിവൃത്തദ്വൈതദൃഷ്ടയേ ആത്മാനന്ദാനുഭൂത്യൈവ ന്യസ്തശത്രുർമയേ നമഃ. ഋഷികേശായ മഹതേ നമസ്തേ വിശ്വമൂർത്തയേ ഭജസ്യുപരതേ പ്രാപ്യ യയേകോ മനസാ സഹ അനാമരൂപശ്ചിന്മാത്ര സോഭ്യാനസദസത്പരാ യസ്മിന്നിദം യദശ്ചേദം തിഷ്ഠത്യപ്യേതി ജായതേ മുണ്മയേഷ്വിവ മൃഞ്ചാതി തസ്മൈ തേ ബ്രഹ്മണേ നമഃ. എന്ന സ്പൃശന്തി ന വിദുർ മനോബുദ്ധീന്ദ്രിയാസവാം അന്തർബഹിശ്ച വിതതം വ്യോമവത്തന്നതോസ്മ്യഹം ദേഹേന്ദ്രിയപ്രാണമനോദിയോ ഹി യദം ച വിദ്ധാ പ്രചരന്തി കർമ്മസു നൈവാന്യഥാ ലോകമിവ പ്രദപ്തം സ്ഥാനേഷു തദ്ദ്രഷ്ട പ്രദേശമേതി. ഓം നമോ ഭഗവതേ മഹാപുരുഷായ മഹാനുഭാവായ മഹാവിഭൂതിപതേ സകല സാത്വത പരിവൃഢ നികര കര കമല കൃഡ്മളോഫലാളിത ചരണാരവിന്ദയുഗള പരമപരമേഷ്ടിൻ നമസ്തേ. ശ്രീശുകോവാച ഭക്തായൈതാം പ്രപന്നായ വിദ്യാമാദിശ്യ നാരദ യയാവങ്കിരസാസാകം ദാമസ്വായംഭുവം പ്രഭോ ചിത്രകേതുസ്തു വിദ്യാ താം
യഥാ നാരദഭാഷിതാം ധാരയാമാസ സപ്താഹം അംബക്ഷസ്സു സമാഹിത തതശ്ച സപ്തരാത്രാന്തേ വിദ്യയാതാര്യമാണയാ വിദ്യാധരാധിപത്യം സ ലേവേ പ്രതിഹതം നൃപ തത കതിപയാഹോവിർ വിദ്യയേധ മനോഗതി ജഗാമദേവദേവസ്യ ശേഷസ്യ ചരണാന്തികം മൃണാളഗൗരം ശിതിവാസസംസ്ഫുരത് കിരീടകേയൂരകടിത്രകങ്കണം പ്രസന്നവക്ത്രാരുണലോചനം വ്രതം ദദർശ സിദ്ധേശ്വര മണ്ഡലൈപ്രഭം. ഭഗവാന്റെ ദർശനം കിട്ടിയ ഒരു ദിവസം പ്രാർത്ഥിച്ചതിന് ശേഷം തദ്ദർശനദ്വസ്ത സമസ്തകിൽബിഷ സ്വച്ഛാമലാന്തകരണോ പ്രിയാൻ മുനി പ്രവൃദ്ധഭക്ത്യാ പ്രണയാശ്രുലോചന പ്രകൃഷ്ടരോമാനമതാതിപൂരുഷം സ ഉത്തമശ്ലോകപദാബ്ജവിഷ്ടരം പ്രേമാശ്രുലേശൈരുപഹി ഉപമേഹയന്മുഹോ പ്രേമോപരുദ്ധാഖില വർണ്ണനിഗ്രമോ നൈവാശകത്തം പ്രസമീഡിതും ചിരം തതസ്സമാധായ മനോമനീഷയാ പ്രഭാഷയേത് പ്രതിലബ്ധവാഗസോ നിയമ്യ സർവേന്ദ്രിയവാക്യവർത്തനം ജഗദ്ഗുരും സാത്വത ശാസ്ത്രവിഗ്രഹം. ചിത്രകേതുരുവാചാം അജിത ജിത സമമതിഭി സാധുവിർഭവാൻ ജീതാത്മവിർഭവതാം വിജിതാസ്തേ വിജപദാം അകാമാത്മനാം യ ആത്മതോതികരുണഃ തവ വിഭവഗലു ഭഗവൻ ജഗതുദയസ്ഥിതിലയാദീനി വിശ്വസൃജസ്തീം ശാം ശാം തത്ര മൃഷാ സ്പർദ്ധന്തെ പൃഥഗഭിമത്യ പരമാണു പരമമഹതോ ത്വമാദ്യന്താന്തരവത്തീത്രയവിദുരഃ ആദാവന്ദേ വിചസത്വാനാം യദ്ധ്രുവം തദേവാന്തരാളേഭി ക്ഷിത്യാദിഭിരേഷകിലാവൃത സപ്തഭിർദശഗുണോത്തരൈരാണ്ടകോശഃ യത്ര പതത്യണുകൽപ്പഃ സഹാണ്ഡകോടികോടിഭിസ്തദനന്തഃ വിഷയദൃശോ നരപശവോ യയുപാസതേ വിഭൂതിർന പരം ത്വാം തേഷാമാശിഷയീശ തദനു വിനശ്യതി യഥാ രാജകുലം കാമദിയസ്ത്വയിരഹിതാം ന പരമരോഹന്തി യഥാ കരംബബീജാനി ജ്ഞാനാത്മന്യഗുണമയേ ഗുണഗണദോസ്യ ദ്വന്ദ്വജാലാനി ജിതമജിത തഥാ ഭവത യഥാഹ ഭാഗവതം ധർമ്മമനവധ്യം നിഷ്കിഞ്ചനായേ മുനയ ആത്മാരാമായമുപാസദേവവർഗായ വിഷമമതിർണയത്ര നൃണാം ത്വമഹമിതി മമ തവേതി ച യതന്യത്ര വിഷമതിയാ രചിതോയ സഹ്യ വിശുദ്ധ ക്ഷയിഷ്ണുരധർമ്മബഹുലഃ കക്ഷേമോ നിജപരയോ കിയാനർത്ഥസ്വപരദ്രുഹാ ധർമ്മേണ സ്വദ്രോഹാത്തവ കോപാം പരസംപീഡയാ ച തഥാ ധർമ്മഃ ന വ്യഭിചരതി തവേഷ യയാ ഹ്യഭിഹിതോ ഭാഗവതോ ധർമ്മഃ സ്ഥിരചര സത്വഗതം വേഷ്വഭൃതംഗ്ധിയോ യമുപാസതേ ത്വാരാം ന ഹി ഭഗവന്നഗടിതമിദം ത്വദ്ദർശനാൻ നൃണാമഖില പാപക്ഷയഃ യന്നാമ സകൃച്ഛ്രവണാത് പുൽക്കസഗോപി വിമുച്യതേ സംസാരാത് അത ഭഗവൻ വയമധുനാ ത്വദവലോക പരിമൃഷ്ടാശയമലാം സുരഋഷിണാം യദുദിതം താവകേന കഥമന്യതാ ഭവതി വിദിതമനന്തസമസ്തം തവ ജഗദാത്മനോ ജനേരിഹാചരിതം വിജ്ഞാപ്യം പരമഗുരോ കിയദിവസ വിദൂരിവ ഗദ്യോദേ നമസ്തുഭ്യം ഭഗവതേ സകല ജഗത് സ്ഥിതിലയോദയേശായാം ദുരവസിതാത്മഗതയെ കുയോഗിനാം പിതാ പരമഹംസായാം യം വൈ ശ്വസന്തമനു വിശ്വസൃജശ്വസന്തി യം കേചിദാനമനു ചിത്തയ ഉച്ചഗന്ധി ഭൂമണ്ഡലം സർഷപായതി യസ്യ മൂർത്തി തസ്മൈ നമോ ഭഗവതേസു സഹസ്രമൂർത്തേ. അങ്ങനെ പ്രാർത്ഥിച്ചു ഭഗവാനെ. ശ്രീശുകുവാച സംസ്തുതോ ഭഗവാനേവ മനന്തസ്തമഭാഷത വിദ്യാധരപതിം പ്രീതചിത്രകേതും കുരുദ്വഹ. ശ്രീ ഭഗവാനുവാച, ഭഗവാൻ മറുപടി പറഞ്ഞു. ഭഗവാൻ അനുഗ്രഹിക്കുന്നു. എന്നാരതാംഗിരോഭ്യാം തേ വ്യാകൃതം മേനുശാസനം സംസിദ്ധോസി തയാ രാജൻ വിദ്യയാ ദർശനാചമേ അഹം വൈ സർവഭൂതാനി ഭൂതാത്മാ ഭൂതഭാവന ശബ്ദബ്രഹ്മ പരം ബ്രഹ്മ മമോപേ ശാശ്വതീതനോ ലോകേ വിതതമാത്മാനം ലോകം ചാത്മനി സന്തതം ഉഭയം ച മയാ വ്യാപ്തം മയി ചൈവോഭയം കൃതം യഥാ സുഷുപ്ത പുരുഷോ വിശ്വം പശ്യതി ചാത്മനി ആത്മാനമേകദേശസ്ഥം മന്യതേ സ്വപ്ന ഉത്തിത ഏവം ജാഗരണാധീനി ജീവസ്ഥാനാനി ചാത്മന മായാമാത്രാണി വിജ്ഞായ തദ്ദ്രഷ്ടാരം പരം സ്മരേത് യേന പ്രസുപ്ത പുരുഷ സ്വാപം വേദാത്മനസ്തദാ സുഖം ച നിർഗുണം ബ്രഹ്മ തമാത്മാനമവേകിമാം ഉഭയം സ്മരത പുംസ പ്രസ്വാവ പ്രതിബോധയോ അന്വേദി വിതിരിച്ഛേദ തജ്ഞാനം ബ്രഹ്മ തത്പരം യതേതദ്വിസ്മൃതം പുംസോ മത്പാവം ഭിന്നമാത്മന തത സംസാര ഏതസ്യ ദേഹോ ദേഹോ മൃതിർമൃതി ലബ്ധ്വേഹമാനുഷീം യോനീം
ജ്ഞാനവിജ്ഞാന സംഭവാം ആത്മാനം യോന ബുദ്ധ്യേതാം നുഗച്ചിച്ഛമമാപ്നുയാത് സ്മൃത്വേഹായാം പരിക്ലേശം തദഫലവിപര്യയം അഭയം ചാപ്യനീഹായാം സങ്കൽപ്പാദ്വിരമേദ്ഗതേ സുഖായ ദുഃഖമോക്ഷായ കുർവാദേ ദമ്പതി ക്രിയാം തതോ നിവൃത്തിരപ്രാപ്തിർദുഃഖസ്യ ച സുഖസ്യ ച ഏവം വിപര്യയം ബുദ്ധ്വാ നൃണാം വിജ്ഞാഭിമാനിനാം ആത്മനശ്ച ഗതിം സൂക്ഷ്മാം സ്ഥാനത്രയവിലക്ഷണാം ദൃഷ്ടശ്രുതാഭിർമാത്രാഭിർനിർമുക്തസ്വേന തേജസാം ജ്ഞാനവിജ്ഞാനസന്തുഷ്ടോ മദ്ഭക്തപുരുഷോ ഭവേത് ഏതാവാനേവ മനുജര്യോഗനൈപുണബുദ്ധിഭിः സ്വാർത്ഥഃ സർവാത്മനാ ജ്ഞേയോ യത്പരാത്മൈകദർശനം സ്വമേധശ്രദ്ധയാ രാജൻ അപ്രമത്തോ വജോ മമാം ജ്ഞാനവിജ്ഞാനസമ്പന്നോ ധാരയന്നാശു സിദ്ധ്യസി. ശ്രീശുകുവാച ആശ്വാസ്യ ഭഗവാനിത്തം ചിത്രകേതും ജഗദ്ഗുരു പശ്യതസ്തസ്യ വിശ്വാത്മാ തതശ്ചാന്തർദദേധരി. അങ്ങനെ ഭഗവാൻ ചിത്രകേതുവിന് ഉപദേശം കൊടുത്ത് ഭഗവാൻ അന്തർദാനം ചെയ്തു. ഈ ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസം സംഹിതായാം ഷഷ്ഠസ്കന്ധേ ചിത്രകേതോ പരമാത്മദർശനം നാമ ചതുർദശോധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. 16ാമത്തെ അധ്യായമാണ് അത്.